നമസ്കാരം. ഇന്ന് 2026 ജനുവരി 28 ബുധനാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്യാധുനിക സ്മാർട്ട് ക്യാമറ സംവിധാനം ഞായറാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജനുവരിയിൽ മാത്രം 6 പേർ അപകടങ്ങളിൽ മരിച്ച സാഹചര്യത്തിലാണ് ഈ കർശന നടപടി. പുതിയ സംവിധാനം വഴി അമിത വേഗത, സിഗ്നൽ ലംഘനം, മൊബൈൽ ഫോൺ ഉപയോഗം, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, കുട്ടികളെ മുൻസീറ്റിലിരുത്തുക തുടങ്ങിയ നിയമലംഘനങ്ങൾ കൃത്യമായി കണ്ടെത്താനാകും. കനത്ത വാഹനങ്ങൾ വഴിതെറ്റിക്കുന്നതും അനുവദനീയമല്ലാത്ത സമയങ്ങളിൽ നിരത്തിലിറങ്ങുന്നതും നിരീക്ഷിക്കും. പിഴകൾ തത്സമയം അറിയാൻ ട്രാഫിക് അല്ലെങ്കിൽ മൈഗവ് ആപ്പുകളിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ട്രാഫിക് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 172 പേർക്ക് റോഡപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കാനാണ് പുതിയ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ബഹ്റൈൻ്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വിമാനങ്ങളിൽ അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നു. 2026 പകുതിയോടെ എല്ലാ വിമാനങ്ങളിലും സ്പേസ് എക്സിൻ്റെ സ്റ്റാർലിങ്ക് വൈഫൈ സൗജന്യമായി ലഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. അവാൽ പ്രൈവറ്റ് ടെർമിനലിൽ നടന്ന ചടങ്ങിൽ ഗൾഫ് എയർ CEO മാർട്ടിൻ ഗൗസും സ്റ്റാർലിങ്ക് ഏവിയേഷൻ ഗ്ലോബൽ ഹെഡ് നിക് സെയ്റ്റ്സും ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചു. ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങൾ വഴി പ്രവർത്തിക്കുന്ന ഈ സംവിധാനം തടസ്സമില്ലാത്ത അതിവേഗ കണക്ടിവിറ്റി ഉറപ്പാക്കും. യാത്രക്കാർക്ക് വിമാനത്തിനുള്ളിൽ സിനിമകൾ സ്ട്രീം ചെയ്യാനും വീഡിയോ കോളുകൾ ചെയ്യാനും തത്സമയ ഗെയിമിങ്ങിനും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. വിമാനത്തിൽ കയറുന്നതു മുതൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ ഈ സേവനം തികച്ചും സൗജന്യമായിരിക്കും. ഗൾഫ് എയർ ഗ്രൂപ്പ് ചെയർമാൻ ഖാലിദ് ഹുസൈൻ താഖി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ യാത്രക്കാർക്ക് മികച്ച സേവനം നൽകുന്നതിനായുള്ള വലിയൊരു മാറ്റമാണിത്. വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രൊവിൻസിൻ്റെ 2026-28 കാലയളവിലേക്കുള്ള പുതിയ ഭരണസമിതി ജനുവരി 30 വെള്ളിയാഴ്ച ഇന്ത്യൻ ക്ലബ്ബിൽ ചുമതലയേൽക്കും. ചെയർമാൻ രഘു പ്രകാശൻ, പ്രസിഡന്റ് ബാബു തങ്കളത്തിൽ, ജനറൽ സെക്രട്ടറി ഷെജിൻ സുജിത്, ട്രഷറർ വിജേഷ് കൊണ്ടേടത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ ടീമാണ് സംഘടനയെ നയിക്കുന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് കേരളീയം 2026 എന്ന കലാസാംസ്കാരിക സന്ധ്യയും അരങ്ങേറും. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും കലാകാരന്മാരും പങ്കെടുക്കുന്ന ചടങ്ങിൽ ജോബി ജോൺ, ഹേംലിന എന്നിവരുടെ സംഗീത വിരുന്നും ശ്രുതിലക്ഷ്മി, ശ്രീലയ എന്നിവരുടെ നൃത്തപ്രകടനങ്ങളും ഉണ്ടാകും. ഭിന്നശേഷി വിഭാഗത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സർഗാത്മക ബാല്യ പുരസ്കാരം നേടിയ നർത്തകി അജിന രാജിൻ്റെ പ്രകടനം പരിപാടിയുടെ മുഖ്യ ആകർഷണമാണ്. അജിനയുടെ ആദ്യ വിദേശ നൃത്താവതരണമാണ് ഇത്. ഭാരതത്തിൻ്റെ 77ാം റിപ്പബ്ലിക് ദിനം വൈബ്രന്റ് ഇന്ത്യ എന്ന പേരിൽ മുഹറഖ് മലയാളി സമാജം മഞ്ചാടി ബാലവേദിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. രാജ്യത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ MMS ഓഫീസിൽ നടന്ന പരിപാടിയിൽ ദേശഭക്തി ഗാനമത്സരം, പ്രസംഗം, ക്വിസ് എന്നിവ സംഘടിപ്പിച്ചു. MMS പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചാടി ബാലവേദി കൺവീനർ അഫ്രാസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആര്യനന്ദ ഷിബുമോൻ സ്വാഗതവും അബ്ദുൽ മൻഷിർ വിഷയാവതരണവും നടത്തി. ഭാരവാഹികളായ അക്ഷയ് ശ്രീകുമാർ, അയ്യപ്പൻ അരുൺകുമാർ, റിയ മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. മുബീന മൻഷീർ, ബാഹിറ അനസ്, മൊയ്തി TMC, സൗമ്യ ശ്രീകുമാർ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. വിജയികൾക്ക് സമ്മാനങ്ങളും മധുരവും വിതരണം ചെയ്തു. തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനി അസോസിയേഷൻ ടെക്ക ബഹ്റിനിൽ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ 25ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ബഹ്റൈൻ കേരളീയ സമാജവുമായി സഹകരിച്ച് ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 BKS ഡയമണ്ട് ജൂബിലി ഹാളിലാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും കേരള ഇൻഫോ പാർക്ക് CEOയുമായ സുശാന്ത് കുരുന്തിൽ മുഖ്യാതിഥിയായിരിക്കും. വാർഷികത്തോടനുബന്ധിച്ച് പ്രശസ്ത പിന്നണി ഗായകരായ ശ്വേത അശോക്, ശ്രീജിഷ് സുബ്രഹ്മണ്യൻ, ഭരത് സജികുമാർ എന്നിവർ നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറും. കൂടുതൽ വിവരങ്ങൾക്ക് ടെക്ക ജനറൽ സെക്രട്ടറി രാജേഷുമായി 39106520 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി.
രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് ബഹ്റൈൻ OICC വനിതാ വിഭാഗം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അൽഹിലാൽ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ ജനുവരി 30 വെള്ളിയാഴ്ച മനാമ സെൻട്രൽ അൽഹിലാൽ മെഡിക്കൽ സെന്ററിലാണ് ക്യാമ്പ് നടക്കുക. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് സമയം. സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷന് പുറമെ ബ്ലഡ് ഷുഗർ, ടോട്ടൽ കൊളസ്ട്രോൾ, കിഡ്നി സ്ക്രീനിംഗ്, ലിവർ സ്ക്രീനിംഗ്, യൂറിക് ആസിഡ് തുടങ്ങിയ പരിശോധനകളും ക്യാമ്പിൽ സൗജന്യമായി ലഭിക്കും. പ്രവാസികൾക്കും സാധാരണക്കാർക്കും ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് OICC വനിതാ വിഭാഗം ദേശീയ കമ്മിറ്റി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 38557040 അല്ലെങ്കിൽ 33975445 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ പ്രവാസികളുടെ പേരിൽ നടത്തുന്ന ആർഭാട സമ്മേളനങ്ങളിൽ നിന്ന് പ്രവാസി സംഘടനകൾ പിന്മാറണമെന്ന് OICC അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 10 വർഷമായി പ്രവാസികൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത സർക്കാർ കോടികൾ മുടക്കി ഇത്തരം സമ്മേളനങ്ങൾ നടത്തുന്നത് വെറും PR വർക്ക് മാത്രമാണെന്ന് OICC കുറ്റപ്പെടുത്തി. മുൻപ് നടന്ന ലോക കേരള സഭകൾ കൊണ്ട് സാധാരണക്കാരായ പ്രവാസികൾക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല. വിദേശ സന്ദർശന വേളകളിൽ ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കാനോ സാധാരണക്കാരുടെ അവസ്ഥ മനസ്സിലാക്കാനോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ തയ്യാറായിട്ടില്ലെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. മുൻ പ്രവാസികൾക്ക് ചികിത്സയോ മരുന്നോ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. പ്രവാസികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാർ തുടരുന്നതെന്ന് OICC പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം, വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, ജനറൽ സെക്രട്ടറി മനു മാത്യു എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു. OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കോഴിക്കോട് ഫെസ്റ്റ് 2025-26 ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ OICC ടീം ജേതാക്കളായി. ആലയിൽ നടന്ന വാശിയേറിയ ഫൈനലിൽ R3 വാരിയേഴ്സിനെ പരാജയപ്പെടുത്തിയാണ് OICC കിരീടം ചൂടിയത്. ബഹ്റൈനിലെ 8 പ്രമുഖ ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിതിൻ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം നേടി. ബിച്ചു മികച്ച ബൗളറായും തിരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്കുള്ള ട്രോഫി OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം സമ്മാനിച്ചു. ബിനു കുന്നന്താനം, മനു മാത്യു, അഷ്റഫ് പുതിയപാലം എന്നിവർ പുരസ്കാര വിതരണത്തിൽ പങ്കെടുത്തു. അഷ്റഫ് പുതിയപാലം, ഷൈജാസ് ആലോക്കാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി സംഘടനാ നേതാക്കൾ സംബന്ധിച്ചു. മുഹറക്കിൽ നിയന്ത്രണം വിട്ട കാർ റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് ഇടിച്ചുകയറി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മുഹറക്ക് പെട്രോൾ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന 123 റെഡിമെയ്ഡ് ഷോപ്പിലേക്കാണ് ഇന്നലെ ഉച്ചയോടെ കാർ പാഞ്ഞുകയറിയത്. കടയുടെ ഇരുമ്പ് ഷട്ടറും ഗ്ലാസ് വാതിലും തകർത്ത് അകത്തേക്ക് പ്രവേശിച്ച കാർ ഫുട്വെയർ വിഭാഗത്തിലെ റാക്കുകൾ തകർത്തു. ഉച്ചഭക്ഷണ സമയമായതിനാൽ കട അടച്ചിരുന്നതാണ് വൻ ദുരന്തം ഒഴിവാകാൻ കാരണമായത്. പെട്രോൾ സ്റ്റേഷന് എതിർവശത്തെ പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് പ്രവേശിച്ച സ്വദേശി പൗരൻ ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ടീമും ട്രാഫിക് വിഭാഗവും തുടർ നടപടികൾ സ്വീകരിച്ചു. കടയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. In the heart of Bahrain, where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.